സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. പങ്ക്തേ മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ സ്വയം പ്രഭാകരി. അന്ധകാരാരണ്യമാശുപുക്കീടനാരന്തരാദാഹവും വർദ്ധിച്ചതേറ്റവും ശുഷ്കകണ്ഠോഷ്ടത്വ താലുപ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി. വിധിവശാൽ വലിയ തൃണഗണച്ഛന്നമായൊന്നതിൽ ഇല്ലയല്ലേ ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അത് കണ്ട് കൽപ്പിച്ച നല്ല ജലം അതിലുണ്ടെന്ന് നിർണയമെല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്ന് പറഞ്ഞു. ഒരു നേരത്ത് മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവர்களுം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടത് കൊണ്ട് അന്നേരം അന്യോന്യമൊത്ത് കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവതി ദൂരം തത്ര കണ്ടിത് മുന്നിലാമാറതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം വാപികളുണ്ട് മണിമയവാരിയാൽ ആപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമതുല്യമായി. പീയൂഷസാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷ്യാന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ട് പലതരം. തത്രയോ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരൊരുത്തിയേ യോഗം ധരിച്ച് ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാസമാഭ കലർന്ന് അതിപാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ട് വണങ്ങിനാൻ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനിതാനും അവരോട് ചൊല്ലിനാൾ, നിങ്ങൾ ആരാകുന്നതെന്ന് പറയണമെങ്കിൽ വന്നിടുവാൻ മൂലവും ചെല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായു തനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യ ഉത്തമയായുണ്ടൊരു ഭൂതലെ. തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാച്ചു പോയിടിനാൻ പത്നിയേ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തത് തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ
കൊന്ന് സുഗ്രീവന് രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിന് പ്രത്യുപകാരമായ രാജ്ഞ സീതയെ കണ്ടുവരികെന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതെല്ലായിടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയ വന്നു മോഹേന ഗഹ്വരം പുക്കിത് അറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങൾ ഏതും അറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനിതാനും അത് കേട്ട് അവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂല ജാലങ്ങളൊക്കെ ഭക്ഷിച്ചമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നത് കേട്ടവർ മൂലഫലങ്ങൾ നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്ത് ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്ക് ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവം അഞ്ജസ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാക്കിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ. അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യ സംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ട് വസിച്ചാളിഹ പുരാ തൽസഖീ ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചത് ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കൾ എത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭൂജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ സൽക്കരിച്ചിണ്ടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘൂത്തമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാണുന്നതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കാട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവി പൂക്കിത് ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ച് യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ട് കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ. കാണുന്നതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ് ചെയ്തിടിനേൻ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അദ്യൈവ നൂനം ഫലിതം തപോനിധേ.
ആദ്യനായൊരു ഭവന്തം നമസ്യാമി. വേദ്യനല്ലാരുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യമരൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്ന് അവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃദിനാം. രൂപം തവേദം സദാ പാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേത് ജപിക്കയില്ലെന്നുമേ. രാമനാമമേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണം ഈശാനം ആദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞ് ആർക്കറിഞ്ഞിടാവൂ. മാർത്യവിളംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും. ത്വന്മായയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത്ത നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരെ. ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവം ആദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിൻ മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും ത്വൽകഥാപീയൂഷപാന സിദ്ധിക്കെന്ന് ചൊല്ലുന്നത് ചിലർ, മറ്റു ചിലരിഹ ചൊല്ലുന്നത് ഭുവി. കോസല ഭൂപതി തന്നുടെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്ന് ചിലർ പറയുന്നത്. കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. സ്രഷ്ടാവ് താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ. മർത്തേനായി വന്ന് പിറന്നത് നിർണയം പൃഥ്വിയിലെന്ന് ചിലർ പറയുന്നത്. ഭൂപാലപുത്രനായി വന്ന് പിറന്നത് ഭൂഭാരനാശത്തിനെന്നിത് ചിലർ. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നത്. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്ന് ചൊല്ലുന്നത്. ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ ത്വൽകഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാം. അവന് നിൻ പാദപങ്കേരുഹം. ത്വൻ മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതും അഹം.
ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ, രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോട് അരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നത് കേട്ട് അവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മാമകാംക്ഷിതമുക്കവേ എത്ര കുത്ര വിവസിക്കലും ത്വൽപാദ ഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്ത ഭൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകുകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകത സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ. രാമപാതേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകിട കടക കടിസൂത്രഹാരക ഹാരമകരമണിമയ കുണ്ടല നൂപുര ഹേമാഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ പറ്റായതു സംഘമുള്ളിലൊരിക്കലും. ശ്രീരാമദേവൻ അത് കേട്ടവളോടു ചാരുസ്മിതം പൂണ്ട് അരുളി ചെയ്തു. ഏവം ഭവിക്കാൻ നിനക്ക് മഹാഭാഗേ ദേവി, നീ പോക ബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്ത് മുക്ത്വാ കളേപരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാ ഗത്വാ തഥൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചത് അവ്യയം. അംഗദാദികളുടെ സംശയം. മർക്കേട സഞ്ജയം ദേവിയെ ആരാഞ്ഞ വൃക്ഷണ്ടേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടാകുകയും ചിന്തിച്ച് ഖേദിച്ചു. താരാസൂതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്ന് നാം ഏതുമറിഞ്ഞീലവാസരം പോയതും മാസമതീതമായി വന്നത് നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്ക് നാം ചെല്ലുകയിൽ അന്ന് താൻ നിഗ്രഹിച്ചിടും, അതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ച് ശത്രു തനേനാം എന്നെ വധിക്കും, അതിനില്ലൊരന്തരം. എന്നിലവൻ ഒരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോട് സമാനയാകും നിജപ്രാതാപതനുടെ ഭാര്യയെ നിസ്രവം പ്രാപിച്ചു വാഴുന്ന വാനര പൊങ്കവൻ പാവി ദുരാത്മാവിനെന്തരുതാത്തും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ, ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്ന ചൊല്ലി കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ. മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങൾ അറിയുക നീ. ഇന്ന് നാം പോന്ന ഗുഹയിലകം ബുക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം.
സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമത് ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോകനാം വൈകരുതേതുമേ. അംഗതൻ തന്നോടിവണ്ണം കപികുല പുങ്കുവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജൻ അംഗതനെ തഴുകി പറഞ്ഞിടിനാൾ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്തകാരങ്ങൾ വിനയന്തിനയായി വീനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നോട് താരാസുതനെന്ന് തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യം ഉണ്ടത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയെ കളിക്കാൾ അതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടൂ. പ്രേമത്തിനേത് മിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലം ഉള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജനന്ദന കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തൻ. അജ്ഞാനികൾ വാക്കുകെട്ടേതും ഭ്രമിക്കല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കൽ ഇല്ലെന്നറിയ നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുത് ഏതുമേ. ആപത്ത് വന്നടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോട് ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നത് ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ. ജഗത് സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്ന് പിറന്നത് അയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർശ്വപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്ത പരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മാർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ കൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്ന് പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ് ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു. മാധവൻ തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിനിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതുമില്ലെന്ന് അറിഞ്ഞിടു നീ. അംഗതനോടിവണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിദ്യാജലം ബുക്ക് കാശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പുക്ക് മഹേന്ദ്രാചലേന്ദ്രപദം. മുദാ ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യ മർക്കട സഞ്ജയം. വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ച് ചിന്തിച്ച് മന്ത്രിച്ചത് അന്യോന്യം
എന്തിനി ചെയ്വത് സന്തതമോർക്ക നാം. ഗഹ്വരമ്പുക്കു പരിഭ്രമിച്ചെത്രയും വിഹുലന്മാരായി കഴിഞ്ഞതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല. നാം ദശകണ്ഠനെയും കണ്ടുകിട്ടിയില്ല. കുത്രജിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേതുലും നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതും മുക്തിക്ക് നല്ലൂ നമുക്ക് പാർത്തോളമെന്ന് യുദ്ധം നിരൂപിച്ചുറച്ചു. കവികുലം ദർഭ വിരിച്ച് കിടന്നിതെല്ലാവരും കൽപ്പിച്ചത് അങ്ങനെ നമ്മയെന്ന് ഓർത്തവർ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധരപ്രവരവും ഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ടിയാ പറഞ്ഞത്. ഗൃധ്രകുലാധിപൻ പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹു ഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി കൊണ്ട് ഭക്ഷിക്കാം അനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടമുഖം പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലിയിടിനാൻ. അതിരീന്ദ്രതുല്യനായ ഒരു ഗൃധ്രാഗൃധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല. കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം. സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന് പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായത് രാമപാദാംബുജെ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങൾ ആരെന്തു പറയുന്നത് അന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടാകിയതുമേ. ഉംബർകോൻ പൗത്രനും അൻപോടത് കേട്ട് സമ്പാദി തന്നുടെ മുമ്പിൽ ആ മാർജൻ നമ്പോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ, ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ, പുഷ്കരനേത്രനാം രാമൻ, തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കത് കാനനം താതാജ്ഞയാപുര കട്ടുകൊണ്ടിടിനാൻ. തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടത് കേട്ട് തൽക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ. അക്ഷണദാചാരനോട് ജടായുവാം പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൊരു ഋഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താനത് നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണിതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമുക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നോട് മൃത്യുവരായെന്ന് അനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രൻ രാമനെ കണ്ടു വൃത്താന്തമറിയിച്ച് രാമസായുജ്യം ലഭിച്ചത് ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോട്
അഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കുന്നത് വാലിയ സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവൻ ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചത് 1,00,000 കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിന് പോകുന്നത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെന്നുമേ. 30 നാളിനകത്ത് ചെന്നീടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾക്കുക്ക് വാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങൾ. അതുകൊണ്ട് ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ. ഏതാനുമുണ്ട് അറിഞ്ഞിട്ട് നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൂന്നു നീ അറിഞ്ഞിടോ. താരേ വാക്കുകൾ കേട്ട് സമ്പാദിമാരുടെ മോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്ക് ജഡായു, ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്കെന്നെ എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ. നിങ്ങൾക്ക് വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അഭിതീരത്തു വെച്ചിടിനാനാദരാൽ തൽസലിലേ കുളിച്ച് അഞ്ജലിയും നൽകി വത്സരം ഭ്രാതാവിനായി കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നോട് വൃത്താന്തമാശ പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടത് നേരെ നമുക്ക് കാണാ കൃത്രനാകയാൽ. സാമർഥ്യമാർക്കത് ലംഘിപ്പതിനവൻ ഭൂമിതന് വിജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവും ഇല്ലമേ. യത്നേന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെ നിഗ്രഹിക്കും ക്ഷണാൽ. ഏവമതിന് വഴിയെന്ന് നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം. യത്നേന ചാടിക്കടന്ന് ലങ്കാപുരം പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കാൻ നാമെന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറഞ്ഞത് മേൽപോട്ട് ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാത്തരായി വന്നു. ദിനകരരശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചത് അനുജനുപക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനായേൻ. പക്ഷം കരിഞ്ഞ് ഞാൻ വീണിത് ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നു ഒരു നേരത്ത് കാണായത് ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ട് ദേശങ്ങൾ അറിയാഞ്ഞ് വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേൻ. നിശാകരതാപസൻ തന്നോട് പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ
കണ്ടു. മഹാമുനി ചൊല്ലിനാൻ, എന്നോട് പണ്ട് കണ്ടുള്ള ഒരറിവ് നിമിത്തമായി എന്ത് സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും? എത്രയും ശക്തനായൊരു നിനക്കിന്ന് ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ എന്നത് കേട്ടു ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചത് സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്നേവ് എന്നോട് ചൊല്ലിത്തരേണമേ. എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഹരി ഓം ഹരി 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 ഹരി ഓം ഹരി.